നമസ്കാരം, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. +1 പൊളിറ്റിക്കൽ സയൻസിൽ നിന്ന് അധ്യായം 11 മുതൽ 15 വരെയുള്ള ചാപ്റ്റേഴ്സിൻ്റെ അധ്യായങ്ങളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇതിനു മുൻപ് 10 വരെയുള്ള ചാപ്റ്റേഴ്സിൻ്റെ 1 മുതൽ 10 വരെയുള്ള ചാപ്റ്റേഴ്സിൻ്റെ 2 വീഡിയോ ക്ലാസ്സുകൾ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്. നിങ്ങളത് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ അധ്യായം 11 ചാപ്റ്റർ 11 ആരംഭിക്കുന്നു. രാഷ്ട്രീയ സിദ്ധാന്തം ഒരു ആമുഖം. ഇതിൽ നമ്മൾ പ്രധാനമായും 3 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രാഷ്ട്രീയവും രാഷ്ട്രീയ സിദ്ധാന്തവും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. നോക്കാം. 2 പോയിന്റേ ഉള്ളൂ. രാഷ്ട്രീയവും രാഷ്ട്രീയ സിദ്ധാന്തവും തമ്മിലുള്ള വ്യത്യാസമാണ്. രാഷ്ട്രീയം എന്നത് ഗവൺമെൻറ്റുകളുടെ രൂപീകരണം, അവയുടെ പ്രവർത്തനം, അധികാരം, ഭരണം എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ്. രാഷ്ട്രീയം എന്നത് ഗവൺമെൻറ്റുകളുടെ രൂപീകരണം, അവയുടെ പ്രവർത്തനം, അധികാരം, ഭരണം എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ്. എന്നാൽ രാഷ്ട്രീയ സിദ്ധാന്തം എന്നത് ഗവൺമെൻറ്റുകളുടെ രൂപീകരണം, അവയുടെ പ്രവർത്തനം, അധികാരം, ഭരണം, അടിസ്ഥാന രാഷ്ട്രീയ മൂല്യങ്ങൾ എന്നിവയെ സംബന്ധിക്കുന്ന പഠനമാണ്. അപ്പോൾ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. രാഷ്ട്രീയ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്, അടിസ്ഥാന രാഷ്ട്രീയ മൂല്യങ്ങൾ കൂടി ഉൾപ്പെടുത്തുന്നു എന്നേ വ്യത്യാസമുള്ളൂ. ഓക്കെ. രണ്ടാമത്തെ ചോദ്യം, രാഷ്ട്രീയ സിദ്ധാന്തം പഠിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തെല്ലാമാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ് ഈ ചാപ്റ്ററിലെ. രാഷ്ട്രീയ സിദ്ധാന്തം പഠിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ 3 ഗുണങ്ങളുണ്ട്. ഒന്ന്, എല്ലാ വിദ്യാർത്ഥികളും നാളെ ഒരു തൊഴിൽ തിരഞ്ഞെടുക്കേണ്ടി വരും. പുതിയ തൊഴിൽ മേഖലകൾ തിരഞ്ഞെടുക്കുമ്പോൾ രാഷ്ട്രീയ സിദ്ധാന്തത്തെക്കുറിച്ച് അറിവ് പ്രസക്തമാണ്. എല്ലാ വിദ്യാർത്ഥികളും ഒരു തൊഴിൽ തിരഞ്ഞെടുക്കേണ്ടി വരും. പുതിയ തൊഴിൽ മേഖലകൾ തിരഞ്ഞെടുക്കുമ്പോൾ രാഷ്ട്രീയ സിദ്ധാന്തത്തെക്കുറിച്ച് ഉള്ള അറിവ് പ്രസക്തമാണ്. രണ്ടാമത്തേത്, ഇന്നത്തെ വിദ്യാർത്ഥികൾ നാളത്തെ വോട്ടവകാശമുള്ള പൗരന്മാരാണ്. സമ്മതിദാനാവകാശം ഫലപ്രദമായി ഉപയോഗിക്കുന്നതിന് രാഷ്ട്രീയ സിദ്ധാന്തത്തെക്കുറിച്ചുള്ള അറിവ് അത്യാവശ്യമാണ്. ഇന്നത്തെ വിദ്യാർത്ഥികൾ നാളത്തെ വോട്ടവകാശമുള്ള പൗരന്മാരാണ്. സമ്മതിദാനാവകാശം ഫലപ്രദമായി ഉപയോഗിക്കുന്നതിന് രാഷ്ട്രീയ സിദ്ധാന്തത്തെക്കുറിച്ചുള്ള അറിവ് അത്യന്താപേക്ഷിതമാണ്. മറ്റൊരു പോയിന്റ്, രാഷ്ട്രീയ സിദ്ധാന്തത്തെക്കുറിച്ച് അറിവ് നമ്മുടെ ആശയങ്ങളെയും പ്രവർത്തനങ്ങളെയും വിലയിരുത്തുന്നതിന് സഹായിക്കുന്നു. രാഷ്ട്രീയ സിദ്ധാന്തങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ അറിവ് ആശയങ്ങളെയും പ്രവർത്തനങ്ങളെയും വിലയിരുത്തുന്നതിന് സഹായകമാകുന്നു. ഇനി മൂന്നാമതൊരു ചോദ്യം, രാഷ്ട്രീയ സിദ്ധാന്തത്തിൽ നാം പഠിക്കുന്നത് എന്തെല്ലാമാണ്? രാഷ്ട്രീയ സിദ്ധാന്തത്തിൽ പ്രധാനമായും നാം പഠിക്കുന്നത് ഭരണഘടനകൾ, ഗവൺമെൻറ്റുകൾ, സാമൂഹ്യ ജീവിതം എന്നിവയ്ക്ക് രൂപം നൽകുന്ന ആശയങ്ങളും തത്വങ്ങളും രാഷ്ട്രീയ സിദ്ധാന്തത്തിൽ വിശകലനം ചെയ്യുന്നുണ്ട്. അതുപോലെ സ്വാതന്ത്ര്യം, സമത്വം, നീതി, ജനാധിപത്യം, മതേതരത്വം തുടങ്ങിയ സങ്കല്പങ്ങളെക്കുറിച്ച് രാഷ്ട്രീയ സിദ്ധാന്തം പഠിക്കുന്നു. രാഷ്ട്രീയ സിദ്ധാന്തത്തിൽ പ്രധാനമായും നമ്മൾ പഠിക്കുന്നത് ഭരണഘടനകൾ, ഗവൺമെൻറ്റുകൾ, സാമൂഹ്യ ജീവിതം എന്നിവയ്ക്ക് രൂപം നൽകുന്ന ആശയങ്ങളും തത്വങ്ങളും ആണ്. അതുപോലെ സ്വാതന്ത്ര്യം, സമത്വം, നീതി, ജനാധിപത്യം, മതേതരത്വം തുടങ്ങിയ സങ്കല്പങ്ങളെക്കുറിച്ചും രാഷ്ട്രീയ സിദ്ധാന്തം പഠിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് 11ാമത്തെ ചാപ്റ്ററിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി 12ാമത്തെ ചാപ്റ്റർ സ്വാതന്ത്ര്യമാണ്. ഇതിൽ 5 ചോദ്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും വരാവുന്നത്. ആ 5 ചോദ്യങ്ങളിൽ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇത് നമുക്കറിയാം, മുൻകാലങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി മാത്രം തയ്യാറാക്കിയവയാണ്. കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഒന്നാമത്തെ ചോദ്യം, താഴെ പറയുന്ന പുസ്തകങ്ങൾ ആരുമായി ബന്ധപ്പെട്ടതാണ്? അപ്പോൾ 4 പുസ്തകങ്ങളുടെ പേര് തന്നിട്ടുണ്ട്. ആ പുസ്തകങ്ങൾ ആരുമായിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്? ചേരുംപടി ചേർക്കുക, മാച്ച് ദ ഫോളോവിങ്, 1 വേർഡിലൊക്കെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യനിലൊക്കെ വരാവുന്ന ചോദ്യങ്ങളാണ്. കൃത്യമായിട്ട് മനസ്സിലാക്കണം. സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദീർഘയാത്ര, എ ലോങ് വാക്ക് ടു ഫ്രീഡം. എ ലോങ് വാക്ക് ടു ഫ്രീഡം ആണ്, വാങ്ങല്ല. എ ലോങ് വാക്ക് ടു ഫ്രീഡം ആണ് സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദീർഘയാത്ര. നെൽസൺ മണ്ടേലയുമായി ബന്ധപ്പെട്ടതാണ്. നെൽസൺ മണ്ടേലയുമായി ബന്ധപ്പെട്ടതാണ് സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദീർഘയാത്ര, എ ലോങ് വാക്ക് ടു ഫ്രീഡം എന്നത്. മറ്റൊന്ന്, ഭയത്തിൽ നിന്നുള്ള മോചനം, ഫ്രീഡം ഫ്രം ഫിയർ, ആങ് സാൻ സൂക്കിയാണ്. ഭയത്തിൽ നിന്നുള്ള മോചനം പുസ്തകം എഴുതിയത് ആങ് സാൻ സൂക്കിയാണ്. അതുപോലെ മറ്റൊരു പുസ്തകം സ്വാതന്ത്ര്യത്തെപ്പറ്റി, ഓൺ ലിബർട്ടി എന്ന പുസ്തകം രചിച്ചത് ജെഎസ് മില്ലാണ്. ഓൺ ലിബർട്ടി എന്ന പുസ്തകം രചിച്ചത് ജെഎസ് മില്ലാണ്. സ്വരാജ് എന്ന പുസ്തകം എഴുതിയത് ഗാന്ധിജിയാണ്. ഓക്കെ. ഇനി എന്താണ് ക്രിയാത്മക സ്വാതന്ത്ര്യം, നിഷേധാത്മക സ്വാതന്ത്ര്യം? 2 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ്. ക്രിയാത്മക സ്വാതന്ത്ര്യം, നിഷേധാത്മക സ്വാതന്ത്ര്യം എന്നിവ തമ്മിലുള്ള വ്യത്യാസമാണ്.
ഒരു വ്യക്തിക്ക് അയാളുടെ കഴിവുകളും വ്യക്തിത്വവും വികസിപ്പിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കുന്നതിനുള്ള അവസ്ഥയാണ് ക്രിയാത്മക സ്വാതന്ത്ര്യം എന്നത്. ഒരു വ്യക്തിക്ക് അയാളുടെ കഴിവുകളും വ്യക്തിത്വവും വികസിപ്പിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കുന്നതിനുള്ള അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ക്രിയാത്മക സ്വാതന്ത്ര്യം. എന്നാൽ നിഷേധാത്മക സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ബാഹ്യമായ യാതൊരു നിയന്ത്രണങ്ങളും ഇല്ലാതെ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നതൊക്കെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമാണ് നിഷേധാത്മക സ്വാതന്ത്ര്യം. ബാഹ്യമായ യാതൊരു നിയന്ത്രണവുമില്ലാതെ, മറ്റു നിയന്ത്രണങ്ങളൊന്നും ഇല്ലാതെ ഒരു വ്യക്തി ആഗ്രഹിക്കുന്ന എന്തൊക്കെയാണോ അതൊക്കെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമാണ് നിഷേധാത്മക സ്വാതന്ത്ര്യം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ചോദ്യം, JS മില്ലിൻ്റെ ഹാനി തത്വം വിശദീകരിക്കുക എന്നുള്ളതാണ്. 4 മാർക്കിൻ്റെ ചോദ്യമാണ്. JS മില്ലിൻ്റെ ഹാനി തത്വം വിശദീകരിക്കുക. JS മില്ല് തൻ്റെ ഓൺ ലിബർട്ടി എന്ന പുസ്തകത്തിലാണ് ഹാനി തത്വം വിശദീകരിക്കുന്നത്. ഹാനി തത്വം വിശദീകരിക്കുന്നത് JS മില്ല് ഓൺ ലിബർട്ടി എന്ന പുസ്തകത്തിലാണ്. JS മില്ല് ഒരാളുടെ പ്രവർത്തികളെ സ്വസംബന്ധിയായ പ്രവർത്തികളെന്നും അപരസംബന്ധിയായ പ്രവർത്തികളെന്നും തരംതിരിച്ചിരിക്കുന്നു. JS മില്ല് ഹാനി തത്വത്തിൽ ഒരാളുടെ പ്രവർത്തികളെ സ്വസംബന്ധിയായ പ്രവർത്തികളെന്നും അപരസംബന്ധിയായ പ്രവർത്തികളെന്നും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതുപോലെ മറ്റൊരു പോയിന്റ്, ഒരാളുടെ പ്രവർത്തികൾ അയാളെ മാത്രം ബാധിക്കുന്നവയാണെങ്കിൽ അത്തരം പ്രവർത്തികൾ സ്വസംബന്ധിയായ പ്രവർത്തികൾ എന്നാണ് അറിയപ്പെടുന്നത്. ഒരു വ്യക്തി ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അത് അയാളെ മാത്രമാണ് ബാധിക്കുന്നതെങ്കിൽ അതിനെയാണ് സ്വസംബന്ധിയായ പ്രവൃത്തി എന്ന് പറയുന്നത്. നേരെമറിച്ച് ഒരു വ്യക്തി ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ മറ്റുള്ളവരെ ബാധിക്കുകയാണെങ്കിൽ അത്തരം പ്രവർത്തികളെ അപരസംബന്ധിയായ പ്രവർത്തികളെന്നും പറയും. ഓക്കെ, പ്രവർത്തികൾ സമൂഹത്തിന് ഹാനി ഉണ്ടാക്കുന്നവയാണെങ്കിൽ മാത്രം രാഷ്ട്രം ഇടപെട്ടാൽ മതിയെന്നാണ് JS മിൽ തൻ്റെ സിദ്ധാന്തത്തിൽ പറയുന്നത്. അപ്പോൾ സ്വസംബന്ധിയായ പ്രവൃത്തിയാണെങ്കിലും അപരസംബന്ധിയായ പ്രവൃത്തിയാണെങ്കിലും പ്രവർത്തികൾ സമൂഹത്തിന് ഹാനി ഉണ്ടാക്കുന്നവയാണെങ്കിൽ മാത്രം രാഷ്ട്രം അതിൽ ഇടപെട്ടാൽ മതിയെന്നാണ് JS മില്ലിൻ്റെ വാദം. ഇതാണ് ഹാനി തത്വം. വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്നതാണ്, മനസ്സിലാക്കുക. എന്താണ് ആവിഷ്കാര സ്വാതന്ത്ര്യം? ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് തൻ്റെ ഉള്ളിലുള്ള ഭൗതിക മൂല്യങ്ങളെ സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കാനുള്ള അവസരമാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം. ഇപ്പോഴൊക്കെ നമുക്ക് സ്ഥിരമായിട്ട് കാണാൻ കഴിയുന്നതാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. നിങ്ങൾക്കോ എനിക്കോ ഉള്ള കഴിവുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? പുറത്ത് കാണിക്കാനുള്ള അവസരം. അതാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം. ഒരു വ്യക്തിക്ക് തൻ്റെ കഴിവുകളെ അല്ലെങ്കിൽ തൻ്റെ ഉള്ളിലുള്ള ഭൗതിക മൂല്യങ്ങളെ സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കാനുള്ള അവസരത്തെയാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്ത ഒരു ചോദ്യം, 5-മത്തെ, ചില രചനകൾ, ചില പുസ്തകങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ പുസ്തകങ്ങൾ ആരാണ് എഴുതിയത് എന്നുള്ളത് കണക്ട് ചെയ്യുക. നേരത്തെ നമ്മൾ കണ്ട പോലെ തന്നെയാണ്. വാട്ടർ എന്ന് പറയുന്ന പുസ്തകം ദീപാ മേത്തയുമായി ബന്ധപ്പെട്ടതാണ്. വാട്ടർ, ദീപാ മേത്ത. രാമായണ റീടോൾഡ് ആണ്, ഒബ്രെ മേനോൻ. രാമായണ റീടോൾഡ്, ഒബ്രെ മേനോൻ. സാത്താനിക് വേഴ്സസ് സൽമാൻ റുഷ്ദി ആണ്. സാത്താനിക് വേഴ്സസ് സൽമാൻ റുഷ്ദി. ക്രിസ്തുവിൻ്റെ അന്ത്യപ്രലോഭനം മാർട്ടിൻ സ്കോർസസ് ആണ്. ക്രിസ്തുവിൻ്റെ അന്ത്യപ്രലോഭനം മാർട്ടിൻ സ്കോർസസ്. ഓക്കെ, അപ്പോൾ ഇത്തരം ചോദ്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്നതാണ്, കൃത്യമായിട്ട് മനസ്സിലാക്കി പോവുക. 13-മത്തെ ചാപ്റ്ററാണ് സമത്വം. സമത്വത്തിൻ്റെ 3 മാനങ്ങൾ ഏതെല്ലാമാണെന്നാണ് നമ്മൾ ആദ്യം കാണാൻ പോകുന്നത്. സമത്വത്തിൻ്റെ 3 മാനങ്ങൾ: രാഷ്ട്രീയ സമത്വം, സാമൂഹിക സമത്വം, രാഷ്ട്രത്തിൻ്റെ സമ്പത്ത് എല്ലാവരും തുല്യരായി അനുഭവിക്കണമെന്ന രാഷ്ട്രീയ സമത്വം കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ 3 മാനങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഒന്ന്, രാഷ്ട്രീയ സമത്വമാണ്. രാഷ്ട്രീയ സമത്വം എന്ന് പറയുന്നത് രാഷ്ട്രത്തിലെ എല്ലാ പൗരന്മാർക്കും തുല്യമായ രാഷ്ട്രീയ അവകാശങ്ങൾ അനുവദിക്കുന്നതിനെയാണ് രാഷ്ട്രീയ സമത്വം എന്ന് പറയുന്നത്. രാഷ്ട്രത്തിലെ എല്ലാ പൗരന്മാർക്കും, രാജ്യത്തിലെ എല്ലാവർക്കും തുല്യമായ രാഷ്ട്രീയ അവകാശങ്ങളാണ് അനുവദിക്കുന്നത് എങ്കിൽ അതിനെ രാഷ്ട്രീയ സമത്വം എന്നാണ് പറയുക. രണ്ടാമത്തേത് സാമൂഹ്യ സമത്വമാണ്. സമൂഹത്തിൽ എല്ലാവർക്കും തുല്യ പദവി ലഭിക്കുന്ന അവസ്ഥയാണ് സാമൂഹ്യ സമത്വം എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ രാഷ്ട്രത്തിന് സമ്പത്ത് എല്ലാവരും തുല്യമായി അനുഭവിക്കണമെന്നതാണ് രാഷ്ട്രീയ സമത്വം കൊണ്ട് അർത്ഥമാക്കുന്നത്. രാഷ്ട്രത്തിൻ്റെ, അതായത് സാമ്പത്തിക സമത്വമാണ് ഉദ്ദേശിക്കുന്നത്. രാഷ്ട്രത്തിൻ്റെ സമ്പത്ത് എല്ലാവരും തുല്യമായിട്ട് അനുഭവിക്കണമെന്നുള്ളതാണ് രാഷ്ട്രീയ സമത്വമല്ല, സാമ്പത്തിക സമത്വം. ഓക്കെ, സമത്വത്തിൻ്റെ മാർക്സിയൻ സങ്കല്പം, സമത്വത്തിൻ്റെ ഉദാരവാദ സങ്കല്പം ഇതെന്താണ്?
2 മാർക്കിൻ്റെ ചോദ്യമാണ്, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. സമത്വത്തിൻ്റെ ചോദ്യം നോക്കി മനസ്സിലാക്കിക്കോളുക. സമത്വത്തിൻ്റെ മാർക്സിയൻ സങ്കല്പം, സമത്വത്തിൻ്റെ ഉദാരവാദ സങ്കല്പം. സ്വകാര്യ സ്വത്ത്, സാമ്പത്തിക വിഭവങ്ങൾ എന്നിവയുടെ സ്വകാര്യ ഉടമസ്ഥാവകാശമാണ് എല്ലാ തരം അസമത്വങ്ങൾക്കും കാരണമെന്ന് മാർക്സ് അഭിപ്രായപ്പെടുന്നു. സ്വകാര്യ സ്വത്ത്, സാമ്പത്തിക വിഭവങ്ങൾ എന്നിവയുടെ സ്വകാര്യ ഉടമസ്ഥാവകാശമാണ് എല്ലാ തരം അസമത്വങ്ങൾക്കും കാരണമെന്ന് മാർക്സ് അഭിപ്രായപ്പെടുന്നു. ഒരു സമൂഹത്തിൽ വിഭവങ്ങളും പ്രതിഫലങ്ങളും വിതരണം ചെയ്യാനുള്ള ഏറ്റവും കാര്യക്ഷമമായ മാർഗം മത്സരമാണെന്നാണ് ഉദാരവാദികൾ അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ 2 കൂട്ടരുടെയും സമത്വത്തിൻ്റെ കാര്യത്തിൽ മാർക്സിയൻ സങ്കല്പവും സമത്വത്തിൻ്റെ കാര്യത്തിൽ ഉദാരവാദ സങ്കല്പവും എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, ഇനി സമത്വം വളർത്തിയെടുക്കുന്നതിനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? സമത്വം വളർത്തിയെടുക്കുന്നതിന് പ്രധാനമായും 3 മാർഗങ്ങളാണ് പറയുന്നത്. ഒന്ന്, ഔപചാരികമായ സമത്വം സ്ഥാപിക്കലാണ്. രണ്ടാമത്തേത് വ്യത്യസ്ത പരിഗണനകളിലൂടെയുള്ള സമത്വമാണ്. മൂന്നാമത്തേത് അനുകൂലാത്മക നടപടികളാണ്. സമത്വം വളർത്തിയെടുക്കുന്നതിന് 3 മാർഗങ്ങളാണ് കാണിക്കുന്നത്. ഒന്ന്, ഔപചാരികമായ സമത്വം സ്ഥാപിക്കൽ. 2, വ്യത്യസ്ത പരിഗണനകളിലൂടെയുള്ള സമത്വം. 3, അനുകൂലാത്മക നടപടികൾ. ഇനി ചാപ്റ്റർ 14 സാമൂഹ്യനീതിയാണ്. സാമൂഹ്യനീതിയിൽ 2 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് പഠിക്കാം. നീതിയുടെ 3 തത്വങ്ങൾ ഏതെല്ലാം എന്നാണ്. നീതിയുടെ 3 തത്വങ്ങൾ, അത് തുല്യർക്ക് തുല്യനീതി, ആനുപാതിക നീതി, പ്രത്യേക അവകാശങ്ങൾ അംഗീകരിക്കൽ. ഇതാണ് നീതി എന്ന് പറയുന്നത്. നീതിയുടെ 3 തത്വങ്ങൾ: 1, തുല്യർക്ക് തുല്യനീതി; 2, ആനുപാതിക നീതി; 3, പ്രത്യേക അവകാശങ്ങൾ അംഗീകരിക്കൽ. രണ്ടാമത്തെ ചോദ്യം, ജോൺ റോൾസിൻ്റെ നീതി സിദ്ധാന്തം എന്താണ്? വിവരിക്കുക എന്നാണ്. ജോൺ റോൾസിൻ്റെ നീതി സിദ്ധാന്തം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വരാൻ പോകുന്ന സമൂഹത്തിൽ നാം ആരാകണമെന്നോ ഭാവിയിൽ എന്തെല്ലാം അവസരങ്ങൾ ലഭിക്കുമെന്നോ നമുക്ക് അറിവില്ലാത്ത സാഹചര്യത്തിൽ എല്ലാവർക്കും നന്മയും നീതിയും ലഭിക്കുന്ന ഒരു ഭാവി സമൂഹത്തെ സൃഷ്ടിക്കാനാവശ്യമായ നിയമങ്ങളെയായിരിക്കും നാം പിന്തുണയ്ക്കുക എന്ന് ജോൺ റോൾസ് വാദിക്കുന്നു. ഈ രീതിയിലുള്ള ചിന്തയെ അജ്ഞതയുടെ മൂടുപടം എന്നും പറയുന്നു. അപ്പോൾ അങ്ങനെയും ചോദ്യം വരാം, അജ്ഞതയുടെ മൂടുപടം അല്ലെങ്കിൽ ജോൺ റോൾസിൻ്റെ നീതി സിദ്ധാന്തം വിവരിക്കുക എന്ന ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വരാൻ പോകുന്ന സമൂഹത്തിൽ, അതായത് ഇനി ഭാവിയിൽ നാം ആരാകണമെന്നോ ഭാവിയിൽ എന്തെല്ലാം അവസരങ്ങൾ ലഭിക്കുമെന്നോ നമുക്ക് തന്നെ അറിവില്ലാത്ത സാഹചര്യത്തിൽ എല്ലാവർക്കും നന്മയും നീതിയും ലഭിക്കുന്ന ഒരു ഭാവി സമൂഹത്തെ സൃഷ്ടിക്കാൻ ആവശ്യമായ നിയമങ്ങളെ ആയിരിക്കും നാം എല്ലാവരും പിന്തുണയ്ക്കുക എന്നാണ് ജോൺ റോൾസ് വാദിക്കുന്നത്. ഇത്തരം രീതിയെ, അതായത് ഇതാണ് നീതി സിദ്ധാന്തം എന്ന് പറയുന്നത്. ഇത്തരം ചിന്തയെ അജ്ഞതയുടെ മൂടുപടം എന്നും പറയുന്നുണ്ട്. മറ്റൊരു ചാപ്റ്റർ 15 അവകാശങ്ങൾ. വിവിധ തരം അവകാശങ്ങൾ ഏതൊക്കെയാണ്? അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ അതിനെ വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൽ 2 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിവിധ തരം അവകാശവാദങ്ങൾ അവകാശങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായും അവകാശങ്ങൾ 3 എണ്ണമുണ്ട്. 1, രാഷ്ട്രീയ അവകാശം; 2, പൗരാവകാശം; 3, സാമ്പത്തിക അവകാശം. അവകാശങ്ങളെ പ്രധാനമായും 3 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. 1, രാഷ്ട്രീയ അവകാശമാണ്. ഉദാഹരണം, വോട്ട് ചെയ്യാനുള്ള അവകാശം, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശം, രാഷ്ട്രീയ പാർട്ടികൾ രൂപീകരിക്കാനുള്ള അവകാശം. ഇതാണ് രാഷ്ട്രീയ അവകാശം. വോട്ട് ചെയ്യാനുള്ള അവകാശം, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശം, രാഷ്ട്രീയ പാർട്ടികൾ രൂപീകരിക്കാനുള്ള അവകാശം. ഇനി പൗരാവകാശങ്ങൾ എന്തൊക്കെയാണ്? അതായത് ഓരോ പൗരനും കൃത്യമായിട്ട് കണക്കാക്കപ്പെട്ടുള്ള അവകാശങ്ങളുണ്ട്. അതേതൊക്കെയാണ്? അഭിപ്രായ പ്രകടനത്തിനുള്ള അവകാശം, സംഘടിക്കുന്നതിനുള്ള അവകാശം, പ്രതിഷേധിക്കാനും എതിർപ്പ് പ്രകടിപ്പിക്കാനുമുള്ള അവകാശം പൗരാവകാശമാണ്. അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള അവകാശമുണ്ട്, സംഘടിക്കാനുള്ള അവകാശം, നിഷേധിക്കാനും എതിർപ്പ് പ്രകടിപ്പിക്കാനുമുള്ള അവകാശം. മൂന്നാമത്തേത് സാമ്പത്തിക അവകാശങ്ങളാണ്. ജോലി ചെയ്യാനുള്ള അവകാശം, കൂലി ലഭിക്കാനുള്ള അവകാശം, വിശ്രമത്തിനും വിനോദത്തിനുമുള്ള അവകാശം. ഇതാണ് സാമ്പത്തിക അവകാശങ്ങൾ. ജോലി ചെയ്യാനുള്ള അവകാശം, കൂലി ലഭിക്കാനുള്ള അവകാശം, വിശ്രമത്തിനും വിനോദത്തിനുമുള്ള അവകാശം. ഓക്കെ, അപ്പോൾ പ്രധാനപ്പെട്ട അവകാശങ്ങളാണ് പറഞ്ഞത്.
ഇതിൽ രണ്ടാമത്തെ ഒരു ചോദ്യം അവകാശങ്ങളും ഉത്തരവാദിത്വങ്ങളും തമ്മിലുള്ള ബന്ധം എന്തെന്നാണ്. നമുക്ക് ലഭിക്കുന്ന അവകാശങ്ങൾക്ക് പകരമായി രാഷ്ട്രത്തോടും സമൂഹത്തോടും ചില ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റേണ്ടതുണ്ട്. നമുക്ക് ലഭിക്കുന്ന അവകാശങ്ങൾ അനുഭവിക്കണമെങ്കിൽ നാം ഈ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റുക തന്നെ വേണം. അപ്പോൾ അവകാശവും ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ നമുക്ക് അവകാശങ്ങളുണ്ട്, വിവിധ തരം അവകാശങ്ങളുണ്ട്. രാഷ്ട്രീയ അവകാശമുണ്ട്, പൗരാവകാശമുണ്ട്, സാമ്പത്തിക അവകാശമുണ്ട്. ഇത്തരം അവകാശങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നതിന് പകരമായിട്ട് രാഷ്ട്രത്തോടും സമൂഹത്തോടും, ഇതൊക്കെ നമുക്ക് ലഭിക്കുന്നത് രാഷ്ട്രത്തിൽ നിന്നാണ്, സമൂഹത്തിൽ നിന്നാണ്. അപ്പോൾ ചില ഉത്തരവാദിത്തങ്ങൾ നമ്മൾ നിറവേറ്റേണ്ടതുണ്ട്. അപ്പോൾ രാഷ്ട്രീയ അവകാശങ്ങൾ നേടിക്കഴിഞ്ഞാൽ, അപ്പോൾ വോട്ട് ചെയ്യാനുള്ള അവകാശം കിട്ടിക്കഴിഞ്ഞാൽ, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശം കിട്ടിക്കഴിഞ്ഞാൽ, അഭിപ്രായ പ്രകടനത്തിനുള്ള സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ, ജോലി ചെയ്യാനുള്ള അവകാശം കിട്ടിക്കഴിഞ്ഞാൽ, ഇതൊക്കെ നമുക്ക് നമ്മുടെ അവകാശങ്ങളാണെങ്കിലും രാഷ്ട്രത്തോടും സമൂഹത്തോടും ഒക്കെ നമുക്ക് ഈ അവകാശത്തെ ബേസ് ചെയ്തുകൊണ്ട് ചില ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റി കൊടുക്കേണ്ടതുണ്ട്. ആ അവകാശങ്ങൾ, അപ്പോൾ നമുക്ക് ലഭിക്കുന്ന എല്ലാ അവകാശങ്ങളും അനുഭവിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ കൃത്യമായിട്ട് നിറവേറ്റിയാൽ മാത്രമേ രാജ്യം അല്ലെങ്കിൽ സമൂഹം എന്താകുന്നുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ അവകാശങ്ങൾക്ക് മൂല്യം ഉണ്ടാകുന്നുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ ക്ലാസ്സിൽ പഠിക്കുക. 11 മുതൽ 15 വരെയുള്ള ചാപ്റ്റേഴ്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മൾ 3 വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് ഇത് പഠിക്കുക. ഇതിൽ പറയുന്ന കാര്യങ്ങൾ ചോദ്യവും ഉത്തരവും പറയുന്നുണ്ട്. കൃത്യമായിട്ട് നിങ്ങൾ ഇത് പഠിക്കുക. ഇതിൽ നിന്ന് നിങ്ങൾക്ക് മാക്സിമം സ്കോർ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായിട്ട് 16 മുതൽ നമ്മൾ 20 വരെയുള്ള ചാപ്റ്റേഴ്സുമായിട്ട് പുതിയ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലെത്തുന്നതായിരിക്കും. അപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഓൾ എന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. അടുത്ത എക്സാം സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ അത് സഹായിക്കും. മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ, ദയവായി എല്ലാവരും ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.